നിലവിലുള്ള പൗരോഹിത്യ വർഗത്തിൻ്റെ ആ പ്രവൃത്തി കാണുമ്പോൾ ആ വലതുഭാഗത്തെ കള്ളനുണ്ടായിരുന്ന വിശ്വാസവും പ്രത്യാശയും പോലും ഈ വർഗത്തിനുണ്ടോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല ചോദ്യമാണിത്. ഇത് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. കാരണം ഈ വലതുഭാഗത്തെ കള്ളനെന്ന് പറഞ്ഞിരുന്നാൽ ഒരു വലിയ ആളാണ്. പുരോഹിത വർഗമെന്ന് പറഞ്ഞിരുന്നാൽ അതെല്ലാം കള്ള ചീട്ടുകളാണ്. അവരെ ആരും പുരോഹിതനാക്കിയിട്ടില്ല. അവർ സ്വയമായിട്ട് കസേര കയറിയിരുന്നു, യോഗ്യനെന്ന് പറഞ്ഞു, ഓരോരോ സഭകൾ ഉണ്ടാക്കി ബിഷപ്പായി കഴിഞ്ഞ് മറ്റൊരുത്തനെ വിളിച്ചു, അവനെ തലയിൽ കൈവച്ചു, അവന് അച്ഛനോ കപ്പ്യാരോ എന്തെങ്കിലുമൊക്കെ ആക്കി വിട്ടു. ഇതൊന്നും ദൈവത്തിൻ്റെ കാര്യങ്ങളല്ല. ഈ വലതു ഭാഗത്തെ കള്ളനെക്കുറിച്ച് പറയുന്നത് എന്തോന്നറിയോ? അനുതപിക്കുന്ന കള്ളൻ. വലതുഭാഗത്തെ കള്ളനെക്കുറിച്ച് ഇംഗ്ലീഷുകാർ വിളിക്കുന്ന പെനിറ്റൻ തീഫ് എന്നാണ്. അയ്യോ, ആ ഒരു ക്വാളിഫിക്കേഷന് ഒരു പുരോഹിതനും അർഹനല്ല. പെനിറ്റൻ തീഫിനെ കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. വിശ്വാസത്തിലൂടെ ദ്രുതഗതിയിൽ രൂപാന്തരം പ്രാപിക്കുന്നത് നമ്മുടെ കണ്ണിൽ കാണിക്കുന്നവനാകുന്നു നമ്മുടെ വലതുഭാഗത്തെ കള്ളൻ. അവൻ വാസ്തവത്തിൽ തെറ്റ് ചെയ്തു, ശിക്ഷിക്കപ്പെട്ടു, കൊലക്കുറ്റത്തിന് വിധിച്ചു. പക്ഷേ ദ്രുതഗതിയിൽ അവനിതാ മനസ്സിൽ കുറ്റബോധമുണ്ടായിട്ട്, ദൈവമേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നോട് കരുണ തോന്നണമേ എന്നവൻ യാചിച്ചു. വാസ്തവത്തിൽ നമ്മുടെ ആൾക്കാർക്ക് അത് പറയാൻ ഇഷ്ടമല്ല. എന്താണെന്നറിയാവോ? ഇവരാരും വിശ്വസിക്കുന്നില്ല ദൈവം മഹത്വം പ്രാപിച്ചു വരുമെന്ന്. അതെ, അവൻ വിശ്വസിച്ചു. ആ കള്ളന് പോലും ആ ബോധ്യമുണ്ടായി. പെനിറ്റന്റ് തീഫ് ഈസ് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി അക്കോർഡിംഗ് ടു ബി. നമ്മളും പാപം ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ കർത്താവേ തെറ്റിപ്പോയി എന്ന് നമ്മൾ പറഞ്ഞോ? ഇല്ല. നമ്മൾ എപ്പോഴാണ് പറയുന്നത്? നമ്മുടെ കണ്ണ് കുത്തി പൊട്ടിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ പറയും കർത്താവേ തെറ്റിപ്പോയി എന്ന് പറയും. അല്ല, അവൻ അങ്ങനല്ല. തിരിച്ചറിവുണ്ടായിട്ട് അവൻ്റെ ഹൃദയം വേദനിച്ചു. അവൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമെന്നേ പറഞ്ഞു. എന്നെ രക്ഷിക്കണമെന്ന് അവൻ പറഞ്ഞില്ല. എന്നെയും ഓർക്കണമേ എന്നവൻ പറഞ്ഞു. പക്ഷേ മരണത്തിന് വളരെ അടുത്ത് കിടക്കുന്നതായ യേശു തമ്പുരാൻ ദൈവമാണ്. ദൈവം അത് കേട്ടു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെപ്പോഴെങ്കിലും മനസ്സ് നൊന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കും. കേട്ടിട്ട് ഉടനെ പറഞ്ഞ എന്താ? നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇതിൽ പരമായിട്ടുള്ള ഒരു പ്രോമിസ് ഐ ഹാവ് നെവർ ഹേർഡ് ഇൻ മൈ ലൈഫ്. ഇവിടെ സകല പാപങ്ങളും മോചിച്ചു കൊടുത്തു. അവനെ യേശു തമ്പുരാൻ സമനായിട്ട് കരുതി. അവനെ പിതാവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട്, ദാ ഈ കുഞ്ഞാട് പിഴച്ചതായിരുന്നു, പക്ഷേ അവൻ റിയലൈസ് ചെയ്തു, അവൻ തിരിച്ചു വന്നിരിക്കുന്നു. നമുക്ക് സന്തോഷിക്കാം. അതായത് മുടിയനായ പുത്രൻ തിരിച്ചു വരുന്ന ഉടനെ അവിടെ എന്താ നടക്കുന്നത്? അതുപോലെ സ്വർഗത്തിൽ സന്തോഷം ഉണ്ടായ ഒരു സന്ദർഭമായിരുന്നു ഈ വലതുഭാഗത്തെ കള്ളൻ. അവനെ വേറെ ആരുമായിട്ട് നിങ്ങൾ കൂട്ടിക്കെട്ടരുത്. അവർക്കാർക്കും ഇതിനുള്ള യോഗ്യതയില്ല. ഒടുവിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? പരിശുദ്ധാത്മാവാണ് അവനെ ഈ നിലയിലാക്കിയത്. നമ്മുടെ കണ്ണിൽ കാണുന്നതാകുന്നു ഈ സംഭവം. പാപത്തെ തിരിച്ചറിഞ്ഞു അനുതപിക്കുക, ദൈവത്തെ തിരിച്ചറിഞ്ഞ് രക്ഷകരിൽ അഭയം പ്രാപിക്കുക. ഇതാകുന്നു അവിടെ നടന്നത്.
ഒരു പാപവും ദൈവത്തിൻ്റെ കണ്ണിൽ ക്ഷമിക്കപ്പെടാത്തതായില്ല എന്ന് പ്രകടമാക്കുന്ന ഒരവസരം, അതായത് മരണത്തിന് വിധിക്കപ്പെട്ടവനെ പോലും ക്ഷമിച്ചു കൊടുക്കുന്ന ഒരവസരം. പാപം ചെയ്തു, ശിക്ഷയ്ക്ക് വിധിച്ചു, മരണശിക്ഷ ഉടനടി എല്ലാം ക്ഷമിച്ചു, പറുദീസ കരസ്ഥമാക്കിയ അനുഭവം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൻ പറുദീസ കരസ്ഥമാക്കി. അവൻ എന്താ ചെയ്തു? അവൻ ദൈവത്തെ തിരിച്ചറിഞ്ഞു. അതുമാത്രമല്ല, അവർ രണ്ടുപേരും അകലത്തിലാണെങ്കിൽ തന്നെയും അവനങ്ങ് അടുത്തു. കർത്താവിനോട് അവനങ്ങ് അടുത്തു. ഉടനടി എല്ലാം ക്ഷമിച്ചു, പറുദീസ കരസ്ഥമാക്കിയ. നാം ദൈവത്തോട് അടുത്ത് ചെന്നിട്ടില്ല. നിങ്ങൾ അടുത്ത് ചെല്ലുന്നുവെങ്കിൽ ഈ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകും. അടുത്ത് ചെല്ലുക, ഹൃദയം തുറക്കുക, ദൈവം കാണട്ടെ, കരുണ തോന്നട്ടെ. അതാകുന്നു വലതുഭാഗത്തെ കള്ളൻ്റെ അനുഭവം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.